എനിക്ക് 7 വയസ്സായ സമയത്ത് ഞാൻ തീരുമാനിച്ചു എൻ്റെ മോളുടെ പേരെന്താ. പിന്നെ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ 27 അപ്പോഴും ഞാൻ എന്നോട് ഞാൻ മിക്കവാറും അഡോപ്റ്റ് ആയിരിക്കും കേട്ടോ അമ്മ ചെയ്യുക. അതായത് പൊരുത്തപ്പെട്ടൊന്നും നടക്കുന്നില്ല എന്തായാലും. അപ്പോൾ പിന്നെ ഇനി എനിക്ക് തോന്നുന്നത് ഇഫ് ഐ വോണ്ട് ടു ബി എ മദർ ഐ മൈറ്റ് ഹാവ് ടു അഡോപ്റ്റ് ആൻഡ് ഐ നോ ഹെർ നെയിം. ഞാൻ അച്ചുകുത്തി എൻ്റെ ദേഹത്ത് എൻ്റെ മോളുടെ പേരുണ്ട്. അപ്പോൾ ഒരു അമ്മ സങ്കല്പത്തോടുള്ള എൻ്റെ ആർത്തിയാണ് സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചത്. എനിക്കത് മാത്രമേ ഉള്ളൂ. അഡ്രസ്സുള്ളൊരു കൊച്ചിനെ വേണമെങ്കിൽ തന്നെ വേണം. സ്ത്രീക്ക് അഹങ്കാരം ഒരു തെറ്റാണ്. സ്ത്രീക്ക് അഹങ്കാരം വരാൻ പാടില്ല. ഇല്ല, അഹങ്കാരം ഉള്ളതുകൊണ്ട് ഞാൻ നന്നായത്. അത് ഒരാൾക്ക് അഹം എന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ എങ്ങനെ നന്നാവാൻ കഴിയും? നൗ ഐ നോ ദാറ്റ് അഹങ്കാരം ഇസ് നോട്ട് എ ബാഡ് തിങ്. ஒரு பொண்ணு மாதிரி பேசு, ஒரு பொண்ணு மாதிரி ட்ரெஸ் பண்ணிக்கோ, ஒரு பொண்ணு மாதிரி நட, ஒரு பொண்ணு மாதிரி பிஹேவ் பண்ணு, யூனோ ஒரு பொண்ணு மாதிரி சாப்பிடு. யூ டோன்ட் ஹேவ் ஃப்ரீடம், யூனோ ஈவன் எவ்ரிதிங் ஹேஸ் அ கம்பேரிசன். ஒரு பொண்ணு மாதிரி சாப்பிடு. என்ன கையில தான் இப்படி தானடா சாப்பிடுற? சாப்பிட முடியும். நான்லாம் நல்லா வழுக்கி தட்ட வழுக்கி என்னது ഇത്? ഒരു പൊണ്ണു മാതിരി ബിഹേവ് பண்ணு. നമ്മൾ മറ്റൊരാളിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ പോലും പറ്റാത്തൊരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ നിന്നത്. യു ഗൈസ് വിൽ നോട്ട് ബിലീവ്, എനിക്ക് എപ്പോഴും കല്യാണം പണി കുഴந்தை പെற்றுക്കണമെന്ന് ആസ. ഞാൻ മാരീഡാണ്, പക്ഷെ എനിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞ കുട്ടികളായി അങ്ങനെ ഒരു ഡ്രീമായിട്ടൊന്നും എനിക്കത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് ആ ഒരൊറ്റ ഡ്രീമേ ഉള്ളൂ. ഇനിയും അതേ ഉള്ളൂ. ഇനി 1-2 ചോച്ചോടെ പ്രസവിച്ചാക്കളാം. സന്താനോൽപത്തിക്ക് വേണ്ടിയുള്ള ഒരു സമ്പ്രദായം ആവുമ്പോൾ അത് ഒരേ സ്വവർഗത്തിൽപ്പെട്ടാൽ പറ്റില്ല. അപ്പൊ അതൊരു വലിയ സംഭവം ആയതുകൊണ്ടാണ് അതൊരു ഇച്ചിച്ചി എന്ന് തോന്നുന്നത്. അത് അങ്ങനെ ഒരു ഇച്ചിച്ചി ആയിട്ടാണ് ഇപ്പോഴത്തെ തലമുറ. അത് ചുമ്മാ ഒരു ഇച്ചിച്ചി. ഞാൻ എപ്പോഴും ജാടക്കാരി. ഒരു വട്ടം ജാടയായിട്ടാ രാവിലെ ഇറങ്ങി. അത് ചെലവാക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ചെലവാക്കിയെടുക്കും. നമ്മുടെ ദുഃഖങ്ങൾ പറയാനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നല്ലേ. അപ്പൊ അവിടെ ചെന്ന് ഭഗവാനെ നമ്മൾക്ക് അസുഖമൊന്നും വരുന്നില്ലേ പറഞ്ഞോണ്ടിരിക്കുന്നു. ഋഷി കമലഹാസന് ഇത് നല്ല സ്വഭാവമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്തുനിന്ന് വരുന്ന രൂക്ഷമായ ഒരു ഭാവം, അതാണ് ജാട. പാർവതി പറയണ്ട, ചുരുണ്ട് കിടക്കുന്ന സൈഡിലുള്ള ചെറിയ വേവ്സ് ജാട ഒക്കെ പരസ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മുമ്പ് വെച്ച് പറയാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ചെന്ന് നിർത്തുന്നു. എല്ലാവരും നല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പിരിയുന്നു. ഓക്കെ. ഹർ എന്ന സിനിമ റിലീസിന് എത്തുന്നതിന് മുന്നേ പെണ്ണുങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് സമയമാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉർവശി ചേച്ചിയുണ്ട്, ലിജോ മോളുണ്ട്, രമ്യയുണ്ട്, പാർവതിയുണ്ട്, ഐശ്വര്യയുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് ട്രിബ്യൂട്ട് ടു പെണ്ണുങ്ങൾ അതിലേക്കാണ് കിടക്കുന്നത്. 5 പെണ്ണുങ്ങളും ഞാനും. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് ഞാനിതിന് മുന്നേ വായിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അഹങ്കാരം എന്നുള്ളൊരു വാക്കിനെ കുറിച്ചാണ്. ഇപ്പം ഒരു സിനിമ നടിയാവുന്ന സമയത്ത് ജാട എന്നുള്ള വാക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവാം. ഞാൻ തന്നെ പല ചർച്ചകൾക്കിടയിലും കേട്ടിട്ടുണ്ട്, ഭയങ്കര ജാടയാണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സിനിമാ നടിയെ എപ്പോഴാണ് ജാടക്കാരി എന്ന് വിളിക്കുന്നത്? ആർക്കും ഉത്തരം പറയാം. ഞാൻ എപ്പോഴും ജാടക്കാരിയാണ്. ഒരു വട്ടം ജാടയായിട്ടാ രാവിലെ ഇറങ്ങുന്നത്. അത് ചെലവാക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ചെലവാക്കിയിരിക്കും. പിന്നെ കൊണ്ടുപോയി പിറ്റേന്നത്തെ ഇത് ബാക്കിയാവത്തില്ലേ, ഇന്ന് എടുത്തോണ്ട് വന്നിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അത് ഞാൻ ഇവിടെ ചെലവാക്കും. ചുമ്മാ അവർ സത്യം പറയുമ്പോൾ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ചിരി വരും. സത്യമാണ്, കറക്റ്റ് അല്ലേ? അല്ല, ഇത് എന്താ അറിയോ, ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കോ കൽപ്പന ചേച്ചിക്കോ കലച്ചേച്ചിക്കോ ഒന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഉള്ളിലുള്ള ജാട ഇവരെ ആരും കണ്ടുപിടിക്കുന്നില്ലോ എന്നുള്ള കൈക്ലബ്ബേ ഉള്ളൂ എനിക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ജാടക്കാരാവണ്ടേ. പക്ഷേ നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു വരുന്നു. നമ്മളെ ഒരുപാട് മാനസികമായിട്ടുള്ള ഹറാസ്മെന്റ് എന്ന് പറയും. നമുക്ക് ഇഷ്ടമില്ലാതെ ചിരിക്കേണ്ടി വരിക. മനസ്സിലായില്ലേ? ഒട്ടും താല്പര്യമില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ ചിരിക്കത്തില്ല, അവിടെ ജാട എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ആ ജാടയൊക്കെ ഞാൻ ആസ്വദിക്കും. ജാടയാന്ന് വെച്ചാൽ ജാടയാന്ന് വെച്ചാൽ ഇപ്പം ചിരിക്കാൻ സൗകര്യമില്ല എനിക്ക്. അങ്ങനെ ഇരിക്കും. നമ്മൾ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴാനായിട്ട് നമ്മുടെ ദുഃഖങ്ങൾ പറയാനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നല്ലേ. അപ്പോൾ അവിടെ ചെന്ന് ഭഗവാനെ നമ്മൾക്ക് അസുഖമൊന്നും വരുന്നില്ലേ, എൻ്റെ മക്കൾക്ക് സുഖമായിട്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഋഷി കമലഹാസന് ഇത് നല്ല സ്വഭാവമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്തുനിന്ന് വരുന്ന രൂക്ഷമായ ഒരു ഭാവം, അതാണ് ജാട. ചേച്ചിക്ക് പറയായിരുന്നു. അതാണ് എന്താ ഇപ്പൊ കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാത്ത അത് ചോദിക്കാനാണ് ഞാൻ വന്ന. ഭഗവാന്റെ അടുത്ത് ചോദിക്കാൻ എന്താ കമലഹാസൻ ചോദിക്കാത്ത ഇവര് ശല്യം ചെയ്യുന്നതിന്റെ ഭഗവാനെ രക്ഷിക്കണേ. അങ്ങനെ
ഇങ്ങനെ ചില അപൂർവ സന്ദർഭങ്ങളിൽ ജാട വരും. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെ പിള്ളേരെ അവർ പറഞ്ഞുതരും. ഇത് തന്നെ. ഐശ്വര്യ കട്ട ജാട, പാർവതി പറയണ്ട ചുരുണ്ട് കിടക്കുന്ന മുഴുവനുള്ള ജാട. Full ജാടയാ. ജടയല്ല, ജാടയാ. ഈ സൈഡിലുള്ള ചെറിയ വേവ്സ് ജാടയാണ്. ഇതിന് പിന്നെ അറിയത്തില്ല, തൊപ്പിയുടെ വിട്ടിരിക്കുക മൊത്തം ഇങ്ങനത്തെ ജാട. മുടി വെട്ടിക്കളഞ്ഞു ചാട. സ്റ്റൈലായിട്ടും എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന് ഇതിലും നല്ല ഉത്തരം സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിൽ മാത്രമേ. ശരിക്കും കട്ടപ്പനയെ വന്നപ്പം നാടൻ പെണ്ണായിരുന്നു. ആന്നല്ലേ ചുമ്മാ. അത് കഴിഞ്ഞ് ജയ്ഫീമി വന്നപ്പം ഒരു വേറൊരു ലുക്കായിരുന്നു. പക്ഷെ ഇപ്പം വിദേശത്ത് പോയി സെറ്റ് ഇട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിയല്ല, ജാടയായിട്ടിരിക്കട്ടെ എന്ന്. ഇതിൽ നല്ലൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി. താങ്ക് യു വെരി മച്ച്. ജാടയിൽ നിന്ന് അഹങ്കാരം, അതായത് ഞാൻ ഏറ്റവും ആദ്യം അഹങ്കാരമാണെന്ന് ഈ കേട്ടത്. അഹങ്കാരത്തിന് തല്ലിയോ ജാട വരുന്നേ? അഹങ്കാരത്തിൽ നിന്നാണ് ജാട വരുന്നത്. പക്ഷെ അതല്ല, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്. എന്നാ ഇനി നിങ്ങൾ പറഞ്ഞു. അപ്പൊ അഹങ്കാരം എന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുന്നത്, ഞാൻ ചെറുതായിരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് തിരിച്ച് ഉത്തരം പറഞ്ഞപ്പോഴാണ് അഹങ്കാരം പറയുന്നു എന്ന് ചോദിച്ചു. അതെ അതെ കറക്റ്റ്. അവിടെ നിന്ന് കേട്ട് തുടങ്ങിയത് തിരിച്ചു പറഞ്ഞത്. പക്ഷെ ഇത് ആമ്പിള്ളേര് പറയുമ്പോൾ പലപ്പോഴും ഇല്ല, പെൺകുട്ടികൾ പറയുമ്പോഴാണ് ഇത് വരാറുള്ളത്. അപ്പൊ ഈ അഹങ്കാരി എന്നുള്ള വിളി കേൾക്കാറുണ്ട് ഇഷ്ടംപോലെ നമ്മള്. സ്ത്രീക്ക് അഹങ്കാരം ഒരു തെറ്റാണോ? സ്ത്രീക്ക് അഹങ്കാരം വരാൻ പാടില്ലേ? ഇല്ല, അഹങ്കാരം ഉള്ളതുകൊണ്ട് ഞാൻ നന്നായത്. സമ്മതിക്കുകയാണ്. അതെ, അത് ഒരാൾക്ക് അഹം എന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ എങ്ങനെ നന്നാവാൻ കഴിയും അല്ലെ? റിഫ്ലക്ട് ചെയ്യാൻ പറ്റണ്ടേ? അഹം എന്നുള്ള ബോധം തന്നെ വിടണം. അഹങ്കാരം എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലൊരു ബാഡ് ക്വാളിറ്റി ആയിട്ട് എടുത്തിടുമ്പോൾ വിൽ തിങ്ക് സംതിങ് ഈസ് റോങ് വിത്ത് അസ്. അപ്പം നമ്മളുടെ ഉള്ളിൽ എന്തോ റോങ് ആണെന്ന് ആദ്യമേ അന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നാവില്ല, നമ്മൾ വളരില്ല. അപ്പം നമ്മുടെ ഒരു ചിട്ടയ്ക്ക് ഉള്ളിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും. സോ ഇറ്റ്സ് ഒരു ബ്രെയിൻ വാഷിംഗ് ആണ് ഫ്രം എ വെരി യങ് ഏജ് ദാറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ ആദ്യമേ അഹങ്കാരി എന്ന് വിളിച്ചാൽ അതൊരു ബാഡ് ക്വാളിറ്റി ആണ് എന്നുള്ളത് പറഞ്ഞ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ്. പക്ഷെ അഹം എന്നുള്ള ബോധം ഉണ്ടെങ്കിലേ, സെൽഫ് എന്നുള്ള ബോധം ഉണ്ടെങ്കിലേ നമുക്ക് സൊസൈറ്റിക്ക് ബെറ്റർ ആയിട്ടും നമ്മുടെ കുടുംബത്തിന് ബെറ്റർ ആയിട്ടും നമ്മുടെ പാർട്ട്ണറിന് ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. സോ അത് ഒരു 36 വർഷം എടുത്തു അതിലേക്ക് എത്താൻ, ആ ഒരു ബോധ്യത്തിലേക്ക് തന്നെ. അറ്റ്ലീസ്റ്റ് നൗ ഐ നോ ദാറ്റ് അഹങ്കാരം ഇസ് നോട്ട് എ ബാഡ് തിങ്. പക്ഷെ അത് സെൽഫിഷും സെൽഫ് സെൻറ്റേർഡും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സെൽഫ് സെൻറ്റേർഡ് ആവുക എന്ന് വെച്ചാൽ തൻ്റെ കാര്യം മാത്രം നോക്കി പോവുക, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാതെ അങ്ങനെ പോകുന്ന ആൾക്ക് അത് പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷെ അഹങ്കാരം എന്ന് പറയുന്നത് ഇസ് യുവർ റിയലൈസേഷൻ ഓഫ് സെൽഫ്. ആക്ച്വലി ബാഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ അറിയോ, വലിയൊരു വിഭാഗം പറഞ്ഞു പഠിപ്പിക്കുന്നത് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ ഉള്ളവർ എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കണ്ട. ഇപ്പോഴത്തെ തലമുറ വളരെ ബോൾഡാണ്. അവരെ പറഞ്ഞ എൻ്റെ മകളുടെ തലമുറ അത് വേറെ കാര്യം, അവർ വകവയ്ക്കത്തില്ല. അപ്പോൾ പിന്നെ അവർ വിചാരിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറയും. പക്ഷെ അതിന് മുമ്പുള്ള ഞങ്ങളുടെ ജനറേഷൻ വരെ ഉള്ളവർ ആരുടെ കാര്യത്തിൽ ഇടപെടാതെ ഒതുങ്ങി അവർ അതങ്ങ് ജീവിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടും. വല്ലവരുടെയും കാര്യത്തിൽ എന്തിനാണ് ഈ വക്കാലത്ത് വാങ്ങി പിടിക്കുന്നത്? നമ്മുടെ നോക്കിയോ, നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, നിന്നെ അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ, അപ്പോൾ അത് വന്നാൽ റിയാക്ട് ചെയ്താൽ പോരെ. സഹജീവികളോടുള്ള ഒരു എന്താ പറയുന്ന ഒരു അനുകമ്പയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതാണ് നല്ല ക്വാളിറ്റി. അതെ, അതിലൊക്കെ നമ്മൾ പെട്ടുപോകും. പറയും പോലെ എൻ്റെ അടുത്ത് അദ്ദേഹം അങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല, പുള്ളി നല്ല പെരുമാറ്റമായിരുന്നു. അപ്പോൾ അവരോട് പെരുമാറിയെങ്കിൽ അവരുടെ കുഴപ്പമായിരിക്കും. ശരിയാണ്. അടുത്ത കാലത്ത് നമ്മൾ പല പരാതികളുടെയും അടിസ്ഥാനപരമായ തത്വം അതാണ്. അയ്യോ എന്നോട് പെരുമാറിയിട്ടില്ല, എനിക്ക് നല്ലതാ അത് കേട്ടോ എന്ന് പറയുന്ന ഒരു എസ്കേപ്പിസം, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് സമൂഹത്തിന് നല്ലതല്ല, എനിക്ക് നല്ലതായിരിക്കും. അല്ലേ? സെന്റർ നമ്മളായി മാറുക, ബാക്കിയൊന്നും അതാണ് അതിന്റെ അപകടം. അതാണ് സെൽഫിഷ് എന്ന് പറയുന്ന പോലെ ഒരു പരിധി വരെ വേണം. എനിക്ക് ജീവിതത്തിൽ ഒട്ടും ആവാൻ പറ്റില്ല. ഞാൻ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് എനിക്കും. ഇന്നും അപ്പം മകള് പറയാം, പാർവതി പറയുന്നു ഇത് നല്ല ഡ്രസ്സാണ് ചേച്ചി, ഇത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കിത് മതി. ഒരു ഡ്രസ്സും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്താൽ ഒട്ടും കൊള്ളത്തില്ല. ഡൾ കളേഴ്സും സന്യാസിയുടെ കൂട്ടുള്ള ഡ്രസ്സുകളൊക്കെ എനിക്കിഷ്ടം. അപ്പം മിനിച്ചേച്ചിക്ക് ഇതാ ഇഷ്ടം, കലശേച്ചി ഇതാ എടുത്തു തന്നെ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ എടുത്തു തരുന്നത്. സോ അത് ഒട്ടും സെൽഫിഷ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ സെൽഫിഷാണ്. സോ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ് കമ്പാരിറ്റീവ്ലി. ഇതിലിപ്പം ചേച്ചി ഈ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും സിനിമകളിൽ എനിക്ക് പലപ്പോഴും പണ്ട് തൊട്ടുള്ള സിനിമകളിൽ തോന്നിയിട്ടുണ്ട്, സ്ത്രീ മിതത്വം പാലിക്കണമെന്ന് എല്ലാവരും കൽപ്പിക്കുന്നത് പോലെ. അതായത് സുകുമാരി ചേച്ചിയാണ് പണ്ടത്തെ എല്ലാത്തിലും ഇങ്ങനെ കാണിക്കുന്നത്, സ്ലീവ്ലെസ് ഉടുപ്പിട്ട് ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് ആള് വന്നു കഴിയുമ്പോൾ സ്ത്രീ ഇതാണ് പരിഷ്കാരിയെ അഹങ്കാരിയായിട്ട് കാണുകയും, എന്നിട്ട് പിന്നെയുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു ആണിന്റെ അടി
കൊണ്ടാത്തിയിരുന്ന അഹങ്കാരമേ Suddenly they realize who they ദേ റിയലൈസ്. അതിനുശേഷം ആ വീട്ടമ്മ പോലെയായി സാരിയൊക്കെ ഉടുത്ത് ഒതുങ്ങി വരണ ഒരു പെണ്ണായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ സിനിമകൾ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ലേ? രമ്യ അതിന് ഉത്തരം പറയണം. ലൈക്ക് ഇങ്ങനെ ആക്കാൻ ഉള്ളതിനെ, സ്ത്രീയെ അങ്ങനെ മിതമായ രീതിയിൽ പോർട്രേ ചെയ്യാനായിട്ട് സിനിമകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ അതാ ഞാൻ പറയും, നമ്മൾ എഴുത്തുകൾ എപ്പോഴും ഒരു ആണിൻ്റെ പെർസ്പെക്റ്റീവ് ആകുമ്പോൾ അവരുടെ ചിന്തയിലുള്ള പെണ്ണുങ്ങളും അവരുടെ ചിന്തയിലുള്ള എഴുത്തുകളും മാത്രമേ വരുള്ളൂ. അവർക്കൊരു പെണ്ണിനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, അവർ ഈ സമൂഹത്തിൽ പെണ്ണിനെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ആ എഴുത്തുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കഥാപാത്രം, രേഷ്മ എന്ന് പറയുന്ന കഥാപാത്രമായാലും എൻ്റെ മാത്രമല്ല ഓരോ കഥാപാത്രങ്ങളും ഒരു സ്ത്രീയുടെ ബുദ്ധിയിൽ നിന്നും അവളുടെ എഴുത്തിൽ നിന്നും ലിജിൻ്റെ ഇൻപുട്ട് ഉണ്ടാവുമായിരിക്കും. എന്നാൽ കൂടി എങ്ങനെ എഴുതുന്നു എന്നുള്ളത് ഭയങ്കര വ്യത്യസ്തമാക്കുന്നു പണ്ടത്തെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും. അപ്പം ഈ ക്യാരക്ടർ ഭയങ്കര ഹെഡ് സ്ട്രോങ് ആണ്, എൻ്റെ ശരി ഇതാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പണ്ടത്തെ സിനിമകളിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സാധ്യത ഞാൻ പറയാം, ഈ കുട്ടി ആദ്യം ഭയങ്കര വില്ലനായി ഈ ഭയങ്കര അങ്ങനെ എന്നിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവൾ അയ്യോ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു, ഇതല്ല ഞാൻ ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടിരുന്നത്, ഞാൻ മാറാൻ പോവുകയാണ്. ഇവിടെ അതല്ല, ഇവിടെ ഒരു ഹലോ ഞാനിതാണ്, വേണമെങ്കിൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നു. അത് അവിടെയാണ് ഇപ്പോൾ നമ്മുടെ എഴുത്തുകളിലും ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്നതിലൊക്കെ ഈ ഹേർ വ്യത്യസ്തമാവുന്നു, നമ്മുടെ സിനിമകൾ മാറുന്നതും. ഇതിൽ തന്നെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം പുരുഷനും സ്ത്രീക്കും 2 നിയമങ്ങളാണ് ഫ്രസ്ട്രേഷൻ്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം ജോലി ചെയ്ത് വരുന്നൊരു സ്ത്രീയും പുരുഷനുമാണെങ്കിലും എല്ലാം നമ്മൾ പുറത്തുനിന്ന് വരുന്നത് എല്ലാത്തിലും സ്ട്രെസ് ഉണ്ട്. തിരിച്ച് കയറി വരുമ്പോൾ 2 പേരും ഒരു പ്രഷർ കുക്കർ പോലെ ആയിരിക്കാം വരുന്നത്. പക്ഷേ ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ വുമൻ ഷോസ് ദാറ്റ് ആ ഫ്രസ്ട്രേഷൻ വന്നു കഴിയുമ്പോൾ ദർ ഇസ് അഹങ്കാരം, ദർ ഇസ് പ്രശ്നങ്ങൾ. പക്ഷേ മാൻ സേസ് ഇറ്റ്, അത് ഡിഫറെൻ്റ് ആണ്. സ്ത്രീക്കും പുരുഷനും 2 നിയമങ്ങളാണ്. ഹാവ് യു എവർ ഫെൽറ്റ് ഇറ്റ് ഐശ്വര്യ? ലൈക്ക് 2 റൂൾസ് ആണ് ഇൻ ദി സൊസൈറ്റി ഫോർ മെൻ ആൻഡ് വിമൻ. Of course, women, நான் தான் ப்ரீவியஸ் இன்டர்வியூவில் சொன்ன மாதிரி the way we sit, the way we behave, the way we talk. ஒரு பொண்ணு மாதிரி பேசு, ஒரு பொண்ணு மாதிரி ட்ரெஸ் பண்ணிக்கோ, ஒரு பொண்ணு மாதிரி நட, ஒரு பொண்ணு மாதிரி பிஹேவ் பண்ணு, ஒரு பொண்ணு மாதிரி சாப்பிடு. You don't have freedom, even while doing anything. Everything has a comparison. ஒரு பொண்ணு மாதிரி சாப்பிடு, என்ன கையில் தான் இப்படி தானடா சாப்பிட்றேன். You do all this, அது நம்ம ஹியூமன் நேச்சர். நான்லாம் நல்லா வலிக்கி என்னது ஒரு பொண்ணு மாதிரி பிஹேவ் பண்ணு, பொண்ணு பையன், ஐ டோன்ட் நோ, everything has that comparison in every thing we do. எல்லா விஷயத்துலயும் இருக்கு. ஸோ நம்ம எப்பவுமே சொல்லல, ஒரு பையன் மாதிரி ட்ரெஸ் பண்ணிக்கோ, ஒரு பையன் மாதிரி நட, ஒரு பையன் மாதிரி പയ്യൻ മാതിരി എത് പണ്ണാലും അത് പയ്യൻ മാതിരി അത് ഒരാണിനെ പോലെ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര സംഭവമായിട്ട് പെണ്ണിനെ പോലെയും പ്രശ്നമാണ്. ഇപ്പം എല്ലാം ജഡ്ജ് ചെയ്യുന്നൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഈ ഹേർ എന്ന് പറയുന്ന മൂവി, അതിലെ പല കഥാപാത്രങ്ങൾ അത് വെച്ചിട്ട് ആ സിനിമയുടെ കഥ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഇവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഒറ്റപ്പെടലിനെ കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതിൽ. അപ്പോൾ ഈ ലോൺലിനെസ് എന്ന് പറയുന്ന കാര്യം പലപ്പോഴും പലർക്കും മനസ്സിലാവാത്തതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. 20s യു ഡോണ്ട് ഫീൽ ഇറ്റ് തോന്നുന്നവരുണ്ടായിരിക്കാം. പക്ഷേ വെൻ യു കം ടു 30s 40s വന്നു കഴിയുമ്പോൾ ഇത് ഭയങ്കര വ്യത്യാസമാണ്. അതായത് അതുവരെ ഷെയർ ചെയ്യണം, എല്ലാം പുറത്ത് വരുമ്പോൾ എല്ലാം പോകുമെന്ന് പറയുമെങ്കിലും പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഷെയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്കൊരാളോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവത്തില്ല എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് ആരോ പറയുന്ന പോലെ ഒരു തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടോ ചേച്ചി? ഒരിക്കലും ഇല്ല. ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത്. അപ്പോൾ ഷെയറിങ് എന്ന് പറയുന്നത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഷെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ തൃപ്തിയാവുന്നത്. ഒരു കാര്യം മാത്രം ചെറുതിലെ മുതൽ എനിക്കൊരു ശീലമുണ്ട്, എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമങ്ങളും വേറൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമേ അല്ല എനിക്ക്. അതുകൊണ്ടാണ് ഉള്ളൊഴുക്കിലെ ക്യാരക്ടർ എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് തമാശ പറഞ്ഞു പോകും, കാരണം ഇല്ലെങ്കിൽ എൻ്റെ കണ്ണ് നിറയും. ലാസ്റ്റ് പ്രസ് മീറ്റിൽ അതാണ് ഞാൻ മാറ്റാൻ നോക്കുന്നു, വീണ്ടും വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരിക ഓരോരുത്തരും. എന്നെ വളരെ പേഴ്സണലായിട്ട് അഫക്റ്റ് ചെയ്ത കാര്യമാണ്. അന്നത്തെ ഞാൻ പറയാം, എൻ്റെ മുമ്പേ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അമ്മ, എൻ്റെ അപ്പച്ചി, എൻ്റെ വീട്ടിലെ സ്ത്രീകളുടെ എല്ലാ ജനറേഷനും നമ്മളൊന്ന് വിഷമിച്ചാൽ കൂടെ കരയത്തില്ലേ ബാക്കിയുള്ളവർ? കൂട്ടുകുടുംബത്തിൻ്റെ പ്രശ്നമാണ്, അത് വലിയ ഇഷ്യൂ ആവത്തില്ലേ? അങ്ങനെ തോന്നിയൊരു ഇതാണ്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഹൈസ്കൂൾ മുതൽ കോളേജും എല്ലാം സിനിമയായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഷെയർ ചെയ്താൽ അപ്പോഴേ പാട്ടാവും. ഉർവശി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമുള്ള ഒരു സ്ഥലത്താവുന്നത്. ഒരാളിനെ കുറച്ചു നേരം സൂക്ഷിച്ച് നോക്കിയാൽ എന്തോ കുഴപ്പമുണ്ട്, കുറേ നേരം കൊണ്ട് അവിടെ ഒരാളുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട് എബി അവിടെ വന്നിട്ട് എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് കാണിച്ചു. ഞാൻ എന്തോ ആലോചിച്ചിരുന്നതാ. അപ്പോഴാണ് എനിക്ക് ശരിയാ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ
എന്നെനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാൻ പറയും, ഒരു നിസ്സാര കാര്യം പോലും നമ്മൾ മറ്റൊരാളിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ പോലും പറ്റാത്തൊരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ നിന്നത്. അപ്പം അതുകൊണ്ട് ഒട്ടും ഷെയർ ചെയ്യാൻ ശീലമില്ല. ബട്ട് പേഴ്സണലി എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയ ഒരു സമയത്ത് അത് എനിക്ക് പറ്റാതെ വന്നു എന്നുള്ളതാണ് എൻ്റെ മൈനസ് പോയിന്റ്. എനിക്ക് താല്പര്യമില്ല, എൻ്റെ വിഷമം ഒരാളിനോട് പറഞ്ഞ് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബട്ട് പൊതുവേ അങ്ങനെയുള്ള സ്ത്രീകൾ ഭാഗ്യവതികളാണ്. നമ്മളെ എഫക്റ്റ് ചെയ്ത കാര്യങ്ങൾ തുറന്ന് പറഞ്ഞൊന്ന് പെയ്തൊഴിയുക എന്ന് പറയുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതോടുകൂടി അങ്ങ് ഇവാപ്പറേറ്റ് ആയി പോവും. കുറെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ കുറെ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുക്കുക, അതൊക്കെ വളരെ നല്ലത്. എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ അങ്ങനെയാ. നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിടക്കും. ജോലിയുടെ ഇടയ്ക്കൊക്കെ വൈകുന്നേരം ആകുമ്പം അവർക്ക് തന്നെ കുറ്റബോധം വന്ന് നിർത്തുകയും ചെയ്യും. അതോടെ തീരും. അതല്ലാത്തവർക്കാ പ്രശ്നം. പക്ഷെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ഹെറിലെ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇണക്കിളികളെ പോലെ ജീവിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ആ ഒരു സമയത്ത് ഒറ്റപ്പെടലാണ്. ഒരു ഇന്നത്തെ ഒരു സാങ്കേതികതയുടെ ഏറ്റവും ആ ഒരു ബോർഡറിലേക്ക് എത്തിയപ്പോൾ ഭർത്താവ് അതുമായിട്ട് യോജിച്ചു പോകുന്നു. ഭാര്യയ്ക്ക് ഇയാൾ മാത്രമായിരുന്നു ലോകം. അയാളുടെ ക്ലോക്ക് അവളായിരുന്നു, അയാളുടെ ഫുഡ് അവളായിരുന്നു, അയാളുടെ ബ്രത്ത് അവളായിരുന്നു. ഇങ്ങനെ എല്ലാം ആയിരുന്നപ്പോൾ അതൊന്നും വേണ്ട ഇയാൾക്കെന്ന് തോന്നുന്ന ഒരവസരമുണ്ട്. അതുവരെ അതൊക്കെ പിറുപിറുത്തോണ്ടാണ് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് എണീറ്റ് വന്ന് എടുക്കാൻ വയ്യേ. എൻ്റെ അച്ഛനൊക്കെ മുറുക്കാൻ ചെല്ലം എടുക്കണമെങ്കിൽ അകത്തുനിന്ന് ഒരാളിനെ വിളിക്കുന്നത് ഇവിടെ ഇരിക്കുക, പൊടിമോളെ എന്താ വെച്ചാൽ ഇതിഞ്ഞെടുത്തേ മക്കളെ, അപ്പോൾ ഇത് നമ്മൾ എടുത്തു കൊടുക്കണം. മക്കളത് അത് ഏറ്റെടുക്ക്. അപ്പം നമ്മളടുത്ത് അതിലൊരു ആനന്ദമാണ്. കുടുംബം മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ആനന്ദമാണ് ഈ ചെറിയ ചെറിയ പങ്കുവയ്ക്കുന്നത്. അത് നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് നമ്മൾ ഹെറിലെ ക്യാരക്ടറിൽ കണ്ടത്. അപ്പോൾ അവരുടെ സൂത്രപ്പണി അതിനെങ്ങനെ തകർക്കാം, ഇയാൾ വീണ്ടും എന്നെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, അതാണ്. പിന്നെ പ്രതാപേട്ടൻ്റെ ലാസ്റ്റ് ഫിലിമാണ്. ഞാനും പ്രതാപേട്ടന് ഏറ്റവും ഒരു അടുപ്പമായിട്ട് നിന്ന് ഇത്രയും വർഷമായിട്ട് പരിചയം ഉണ്ടായിട്ടും പ്രതാപേട്ടൻ്റെ ഒരു ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. 1-2 പടം, ഋതുഭേദം ഒരു സിനിമയ്ക്ക് ക്ഷണം ഉണ്ടായിരുന്നു. യാത്രാമടിയിൽ ഒരു ബിഗിനിങ് സ്റ്റേജിൽ സംസാരിച്ചു, അപ്പോഴൊക്കെ ഒന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയുടെ വർക്കിൽ ഞാൻ പ്രോംപ്റ്റ് ചെയ്താലേ കേൾക്കൂ എന്നുള്ള അവസ്ഥയായി. കാരണം അർച്ചന ഇതിനകത്ത് വടക്കൻ സ്ലാങ്ങിലാണ് പ്രോംപ്റ്റ് ചെയ്ത് അത് അഡാപ്റ്റ് ചെയ്യാൻ പ്രതാപേട്ടന് പേടി. എന്താ പോലെ ഈ കുട്ടി പറയണേ, ദേവിയെ പോലെ ഉണ്ട് പറയുന്നത് എന്താ ചേട്ടാ, അങ്ങനെയല്ല കേട്ടോ, നിന്നെ ഇപ്പോൾ കണ്ടാൽ ദേവിയെ പോലെ ഉണ്ട്, അതാണ്. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ അർച്ചന ചേച്ചി അങ്ങനെ പറയും. വേഗം സിങ്കായി. പോകാൻ നേരത്തെ എന്നോട് മോനെയൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഞാനും ശിവപ്രസാദും കൂടെ എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് ഞങ്ങളൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോവാം. 20,000 തുടങ്ങും, എന്നിട്ട് ഞങ്ങൾ ഭയങ്കര കോടീശ്വരന്മാരാകും. ഞാൻ പറഞ്ഞു, ഇനി എന്തോന്നാ കോടീശ്വരന്മാർ, മുറുക്കാൻ വാങ്ങിക്കാൻ നടക്കുന്നത് ബെൻസിനകത്താണ്. അതുപോലെ മീൻ വാങ്ങിക്കാൻ ബെൻസ് അയക്കുന്നത്, ഇനി എന്തോ വേണം സ്വന്തം ഉണ്ടാക്കിയിട്ട് ഈ വയസ്സായ കാലത്തൊന്ന് പറയുകയും ചെയ്തു. തിരിച്ചു പോയതിന് ശേഷവും വിളിച്ചു എന്നെ. അവിടെ ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞാലോ കേട്ടോ, അത് ഞങ്ങൾ തുടങ്ങും. പിന്നെ കേൾക്കുന്നൊരു ഞെട്ടൽ പോലെയാണ് കേൾക്കുന്നത്. പക്ഷേ എൻ്റെ ഓർമ്മയിലെ ഏറ്റവും ഒരു പ്ലസൻറ്റ് വർക്കാണ് ഹെറിലെ വർക്ക്. എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഈ ഭാഗ്യരാജ് സാറിൻ്റെ പടം പോലെ ഒരു 7 നാட்கள் ആ ഷൂട്ട് മറക്കാൻ പറ്റില്ല. അപ്പം ഒറ്റപ്പെടലിന് രേണു ചോദിച്ചത്, ഒറ്റപ്പെടുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വളരെ വിദ്യാഭ്യാസമുള്ള എൻ്റെ ഒരു അപ്പച്ചി, പിന്നെ അപ്പച്ചിയല്ല, കുഞ്ഞമ്മയും കൊച്ചച്ഛനും, അച്ഛൻ്റെ അനിയനാണ് അദ്ദേഹം എന്താ പറയുന്നത്, ലോകത്ത് തന്നെയുള്ള ഏറ്റവും നല്ല ന്യൂറോളജിസ്റ്റിലെ ഒരാളാണ്, ഡോക്ടറാണ്. അപ്പോൾ നമ്മളവിടെ പോയാൽ രാവിലെ കൊച്ചച്ഛൻ എണീറ്റ് വന്ന് പേപ്പർ വായിക്കും, കുഞ്ഞമ്മ ചായ കൊണ്ട് കൊടുക്കും, അത് കുടിക്കും. അത് കഴിഞ്ഞ് ഈ പേപ്പർ എടുത്ത് നോക്കും, ആരോടും സംസാരമില്ല. പിന്നെ വന്നിട്ട് റേഡിയോ ഇട്ടുകൊണ്ട് ഷേവ് ചെയ്യും കണ്ണാടിയിട്ടുണ്ട്. എന്നിട്ട് ഈ വാർത്തയൊക്കെ ഇട്ടു പോയി കുളിച്ചു, ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പതിവ് ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അകത്ത് പോയി കുളിച്ചിട്ട് വന്നു, ഡ്രസ്സൊക്കെ ഇട്ടു, മേശപ്പുറത്ത് വന്നിരുന്നു, ദോശ തിന്നു, ഇറങ്ങി പോയിട്ട് വരട്ടേന്ന് പോലും പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ശ്വാസം മുട്ടിയിട്ടും വയ്യ. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മ ഞാൻ പോവുക, കാരണം ഒരു ശ്മശാന നിശബ്ദത. ഇങ്ങനെയാണോ നിങ്ങൾ എല്ലാ കാലത്തും ജീവിക്കുന്നത്? അറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം US അവിടെ ഇവിടെയൊക്കെ മിക്കവാറും അപ്പോൾ ആ ഒറ്റപ്പെടൽ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, അങ്ങനത്തെ ഒറ്റപ്പെടൽ ലൈഫ് ലോങ് അനുഭവിക്കുന്ന സ്ത്രീകൾ വളരെ പ്രയാസം. പക്ഷെ പാർവതി പറഞ്ഞതിന് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഉയരെ എന്ന് പറയുന്ന സിനിമയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട് അവിടെ. അതായത് ജീവിതത്തിൽ ഒന്ന് മാത്രമാകണം പ്രണയം,
എല്ലാം കൂടെ കൂട്ടി ഒന്നിലാക്കരുത്. പക്ഷെ എനിക്കിത് കേൾക്കുമ്പോൾ, ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, യു ലവ് സംബഡി, അത്രയും അവരോട് അറ്റാച്ച്ഡ് ആയി എല്ലാം വരുമ്പം ഇവർ തന്നെ നമ്മുടെ ലോകമായി മാറുന്നൊരവസ്ഥ. ഇതൊരു 20s 30s അല്ല, അതിന് മുന്നോട്ട് വരുമ്പോൾ ഇവരാണ് പിന്നെ നമ്മുടെ ലോകം. യു തിങ്ക് ഈ ഒരു ലോൺലിനെസ്സിന് ആ ഒരു ആളിലേക്ക് ഒതുങ്ങുന്നത് ഒരു വലിയ റീസൺ ആണെന്ന് അങ്ങനത്തെ ഒരു സിനിമ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കാതെ? ഫോർ ഷുവർ. നമ്മൾ ഒരു കാര്യം അതിൽ അനാർക്കലിയുടെ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ, യു ഹാവ് യുവർ കരിയർ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കുടുംബമുണ്ട്, ഇത് കഴിഞ്ഞിട്ടൊരു റിലേഷൻഷിപ്പ് എന്നുള്ളതുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിലാക്കിയിട്ട് കുളമാക്കരുതെന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലവർക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പം കുറച്ചും കൂടെ ഒരു ബ്രോഡായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, എല്ലാവർക്കും ഒരു സംഭവം തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് വേണമെന്നില്ല. ഇപ്പോൾ എനിക്ക് കമ്പാനിയൻഷിപ്പാണ് എനിക്ക് വേണ്ടത് എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്കൊരു ഫ്രണ്ടിനെയാണ് വേണ്ടത്. എനിക്ക് സമയം ചെലവഴിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് എനിക്ക് പാർട്ട്ണറായിട്ട് വേണ്ടതെന്നുള്ളത് എനിക്കൊരു ധാരണയുണ്ട്. പക്ഷേ വേറൊരാൾക്ക് അതല്ല. ചിലർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും വേണ്ടത്, ചിലർക്ക് കൂടുതൽ സംസാരിക്കണമെന്നൊന്നുമില്ല. ചിലർക്ക് എനിക്ക് എൻ്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ. ചിലവർക്ക് എങ്ങനെയാണ്, എനിക്ക് കുട്ടികൾ വേണം, നമുക്ക് ഒരുമിച്ച് ആസ് പാർട്ട്നേഴ്സ് പേരൻസ് ആവാൻ കഴിയുമായിരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കളാവാൻ കഴിയണമെന്നില്ല. ആക്ച്വലി ചിന്തിക്കുമ്പം അതാണ് ഒരു സ്പെക്ട്രം ഓഫ് ഹ്യൂമൻ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ ആവശ്യങ്ങൾ മാറും. ആൻഡ് അത് ഓക്കെയാണ്. നമ്മൾ ഇപ്പോഴും ചില സമയത്ത് നമ്മൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും, പ്രണയം ഇല്ലെങ്കിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഐ എം ലൈക്ക്, മേ ബി വി ആർ ബീങ് ഹൈ ഹാൻഡഡ്. മേ ബി നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അവരെ ജഡ്ജ് ചെയ്യല്ലേ ചെയ്യുന്നത്. ചിലവർക്കിപ്പം ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടത്. അവർക്ക് അതില്ലെങ്കിൽ അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയില്ല, അവരുടെ വീട്ടിലേക്ക് അവർ തിരിച്ചെടുക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് അവരുടെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ചിലവർക്ക് കിട്ടേണ്ടത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിങ്ങൾക്ക് പ്രണയമില്ലല്ലോ, സൗഹൃദമില്ല, പക്ഷെ അവർക്ക് ബാക്കിയുള്ളത് അത് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും ആ ലോൺലിനെസ്. അത് അവർ എടുക്കുന്ന ആ കരാറിൽ അവർ അഗ്രി ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയി മാറും. ഇനി ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പം ലിജോ മോള് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്, പ്രീ മാരിറ്റൽ സെക്സിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞ പോലെ എല്ലാം ചിലപ്പോൾ കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. സോ ഡു യു തിങ്ക് ഇപ്പം ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ പ്രണയം നിർബന്ധമാണ് എന്ന് ഡു യു തിങ്ക്, അങ്ങനെ കരുതുന്നുണ്ടോ? ഇപ്പോൾ അത് നിർബന്ധമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയാൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്സിന് വേണ്ടി മാത്രം, അതും ഒരു പ്ലഷറാണ്, അല്ലെങ്കിൽ ഒരു നീഡാണത്. പ്ലഷറിനേക്കാൾ ഉപരി അതൊരു നീഡായിട്ട് കാണുന്ന ആളുകളുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയല്ല. എനിക്കൊരാളുമായിട്ട് ഞാൻ മെൻ്റലി കണക്റ്റഡായി എനിക്ക് ഓക്കെ ആണ് അയാളുടെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ അത്രയും ഞാൻ കംഫർട്ടബിൾ ആയാൽ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരാളുമായിട്ട് സെക്സിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തരുടെ അത് വ്യക്തിപരമായ തീരുമാനമാണ്. ഇപ്പം 2 പേർക്കിടയിൽ ഉണ്ടാവേണ്ടതാണ്. ഇപ്പം ചില കപ്പിളിന് ഈ പറഞ്ഞതുപോലെ അതൊരു പ്രശ്നമല്ല. ഇപ്പം സിറ്റുവേഷൻഷിപ്സ് ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ കേട്ട് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ടേംസ് ഇപ്പോൾ ഉണ്ട്. കുറച്ചും കൂടി ഇപ്പോൾ ആളുകൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഓപ്പണായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അപ്പം അക്കോർഡിംഗ് ടു മീ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷേ അങ്ങനെയും ആളുകളുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെയും ഇപ്പോൾ എൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നവരോ ഉണ്ടാവും. അപ്പോൾ രമ്യ അല്ലെങ്കിൽ പാർവതി അല്ലെങ്കിൽ ഐശ്വര്യ അല്ലെങ്കിൽ ഉർവശി ചേച്ചിക്കൊക്കെ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. അപ്പം അതൊരു തെറ്റാണെന്ന് எனக்கு தோணிட்டில்ல. அது இட் டிபெண்ட்ஸ். ஒரு பொண்ணு வயசுக்கு வந்துருச்சுன்னா வெளியே போனால் பயப்படுறது ஒன்லி பிகாஸ் ஆஃப் செக்ஸோட இதில் தான் சொல்கிறது. அவளுக்கு எதாவது அஃபெக்ட் ஆச்சுன்னா இலை முள்ளில் விழுந்தாலும் முள் இலையில் விழுந்தாலும் இலைக்கு தான் ப்ராப்ளம். கரெக்ட். ஸோ அதை கேட்டு வளர்றதுனால வி யூஸ் டு இட். பட் ஒரு ஃபீமேலுக்கு ஃப்ரீயாக இருந்து எனக்கும் செக்ஸ் நீடு இருக்குது. தட் இஸ் மை என்ன சொல்கிறது, ஒரு சுதந்திரம், ப்ரையாரிட்டி அண்ட் சுதந்திரம், ஃப்ரீடம் என்னுடையது. அது ஓப்பனாக பேசுறதுக்கு எந்த அளவுக்கு இடம் இருக்குங்கிறது தான். When I was in my school, you guys will not believe, எனக்கு எப்பவுமே கல்யாணம் பண்ணி குழந்தை பெற்றுக்கணும்னு ஆசை. That used to be my ஒரு ஸ்கூல் கேர்ள்ஸா இருக்கும்போது இங்க இருக்கிற எல்லா பெண்களுக்கும் அந்த ஒரு ஆசையா இருக்கும். But we 3 or 4 ഇല്ല, ഞാൻ മാരീഡ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞ കുട്ടികളായി അങ്ങനെ ഒരു
ഒരു ഡ്രീം ആയിട്ടൊന്നും എനിക്ക് അത് ഡ്രീം ഇപ്പൊ എനിക്ക് ആ ഒരൊറ്റ dream ഏ ഉള്ളൂ. ഇനിയും അതേ ഉള്ളൂ. ഇനി ഒന്ന് രണ്ട് ചോദിച്ചോടെ പ്രസവിച്ചാക്കളോ. ഞങ്ങൾ ഓരോ 10 വർഷത്തിലും നമ്മള് ഞങ്ങൾ പറഞ്ഞു. 3 പേരും ഓരോ 10 വർഷത്തിലും ചേഞ്ച് ആയി 38ാമത്തെ വയസ്സ് ഞാൻ ഇങ്ങനെ എനിക്കിപ്പോ ഇനി എന്താണ് വേണ്ടത്. I have tattooed my daughter's name on my body. അതായത് whenever എനിക്ക് 7 വയസ്സായ സമയത്ത് ഞാൻ തീരുമാനിച്ചു എൻ്റെ മോളുടെ പേരെന്താണ്. പിന്നെ 17 വയസ്സ് കഴിഞ്ഞു 27 അപ്പോഴും ഞാൻ എന്നോട് ഞാൻ മിക്കവാറും അഡോപ്റ്റ് ആയിരിക്കും കേട്ടോ അമ്മ ചെയ്യുക. അതായത് പൊരുത്തപ്പെട്ടൊന്നും നടക്കുന്നില്ല എന്തായാലും. അപ്പോൾ പിന്നെ ഇനി എനിക്ക് തോന്നുന്നത് ഇഫ് ഐ വോണ്ട് ടു ബി എ മദർ ഐ മൈറ്റ് ഹാവ് ടു അഡോപ്റ്റ് ആൻഡ് ഐ നോ ഹെർ നെയിം. ഞാൻ അച്ചുകുത്തി എൻ്റെ ദേഹത്ത് എൻ്റെ മോളുടെ പേരുണ്ട്. കാണാൻ പറ്റുന്ന വല്ലയിടത്തുമാണ്. ആണ് അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ റൈറ്റ് നൗ ഐ കാൺട്ട്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഒരു ഇതല്ല. പക്ഷേ റൈറ്റ് ഇപ്പം എന്നോട് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ ഫോർ വേരിയസ് റീസൺസ്. ഓക്കെ, എനിക്കെങ്ങനെയാ വെച്ചാൽ ഇപ്പം വേൾഡ് ഇസ് കമ്മിങ് ടു എൻ്റെ എൻവയൺമെൻറ്റൽ ഇഷ്യൂ ഉണ്ട്, അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ ആ പൊളിറ്റിക്കൽ രീതിയിലൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. മേ ബി ഇഫ് ഐ ഹാഡ് എ പാർട്ട്ണർ ഓർ മേ ബി അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓർ ഇഫ് ഐ ഗോട്ട് നോക്ക്ഡ് അപ്പ് ഐ മേ നോട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടെ ആ ഒരു എന്താ പറയുക ആ പോയിന്റിൽ എത്തുമ്പം അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു സ്പെക്ട്രം ഓഫ് ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ. ആൻഡ് ദാറ്റ്സ് ഓക്കെ ടു ചേഞ്ച് ഓൾസോ. ഇത് പിന്നെ മറ്റേ ഷെയ്മിങ് നടക്കാനും പാടില്ല. ഓ യു ചോസ് ടു ബി എ മദർ, ഓ യു ഡിഡ്ന്റ് ചൂസ് ടു ബി എ മദർ. ലൈക്ക് ലെറ്റ് പീപ്പിൾ ജസ്റ്റ് ഡു ദെയർ തിങ്. ഐ നോ റൈറ്റ്. അതുപോലെ ഐ ഹാവ് എ സൺ, ഐ ഹാവ് എ ടീനേജർ. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ഞാനിത് അവൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് ടെലിംഗ് അബൌട്ട് സെക്സ്, പ്രീ മാരിറ്റൽ സെക്സ്. ഞാൻ പറഞ്ഞു മോനെ യു വോണ്ട് മാരി സംബഡി സെക്ഷലി കോമ്പാറ്റബിൾ ആയിരിക്കണം, ഉറപ്പായിരിക്കണം ഇയാളുടെ കൂടെ തന്നെ ജീവിക്കാൻ പോകണമെന്ന്. ചാടി കയറി വന്നാൽ വിചാരിക്കണം കല്യാണം കഴിക്കാൻ എളുപ്പമാണ്, തിരിച്ച് ചാടാൻ വലിയ എളുപ്പമൊന്നുമില്ല. വർഷങ്ങളോളം ചിലപ്പോൾ അതിന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതൊക്കെ ഇവനോട് പറഞ്ഞു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്ന തോന്നിവാസങ്ങൾ. ഒന്ന് അമ്മയുടെ സൈഡിൽ നിന്ന് ഇതൊക്കെയാണോ പറയണേ പ്രീ മാരിറ്റൽ സെക്സ്, എൻ്റെ റിലീജിയസ് ഇത് വെച്ചിട്ടത് അമ്മ പറഞ്ഞു അത് പറ്റത്തില്ല. എൻ്റെ ഫ്രണ്ട് അവൾ പറഞ്ഞു നിനക്കിത് പറയാൻ പറ്റിയത് അവൻ മോനായോണ്ടാണ്, നിനക്ക് മോളായിരുന്നെങ്കിൽ നീ ഇത് പറയുമോ എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ ശരിക്കും ഞാൻ ആലോചിക്കുന്നത് ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഈ ഒരു കാര്യം എന്നുള്ളത്. ചേച്ചി ഈ കൂട്ടത്തിൽ ആകെ ഒരു അമ്മയുള്ളൂ എനിക്ക് ചോദിക്കാനായിട്ട്. അപ്പം എനിക്കിത് ചേച്ചിയുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഇങ്ങനത്തെ ഒരു കാര്യം ഇത് കോമ്പാറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ പ്രിഫറൻസസ് നീ കണ്ടുപിടിക്കണമെന്ന ഒരു അമ്മയല്ലേ ഒരു പെൺകുട്ടിയുടെ അടുത്ത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എൻ്റെ മോൾ അത്രയും ബോൾഡുമാണ്. അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഞാൻ പറയാം അക്ഷരാർത്ഥത്തിൽ ഒറ്റയ്ക്കൊരു കട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഈ പ്രായം വരെ. ഞാൻ തമാശ പറഞ്ഞല്ല, ഒറ്റയ്ക്കൊരു മുറി എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒറ്റപ്പെടലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് വാചാലയാകുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. കാരണം ഞാൻ അങ്ങനെ വളർന്നത്. എൻ്റെ കൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം പോലെ 2 സ്ത്രീകളാണ് 2 ഭാഗത്തും കിടക്കുന്നത്. ഈ കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലത്തൊക്കെ ഷൂട്ടിങ്ങിന് മുമ്പ് വന്ന് ചെറിയ ഹോട്ടൽസ് അല്ലേ, 2 പേരും തലയ്ക്ക് ഭാഗത്ത് കത്തി കാണും. കുറച്ചൊരു അൺടൈമിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ആരെങ്കിലും വന്ന് നോക്ക് ചെയ്താൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരിക്കും വന്ന് പ്രോഗ്രാം പറയാനായിട്ട്. അന്ന് നമുക്ക് റിസപ്ഷനിലെ ഫോണുള്ളൂ. അപ്പോൾ വന്ന് തട്ടുമ്പം 2 എണ്ണം കത്തി എടുത്തുകൊണ്ടൊക്കെ പോകുന്ന ഒരു ഭയങ്കര കോമഡി കാഴ്ച ഞാൻ കണ്ടു വളർന്നതാണ്. എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ പ്രശ്നം. അപ്പം എൻ്റെ മോള് എൻ്റെ ഉള്ളിലെവിടെയോ അവളുടെ ഉള്ളിലെവിടെയോ ഞാനുണ്ട്, എൻ്റെ അമ്മയും ഉണ്ട്. ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് വളർത്തിയത്. ഞങ്ങളുടെ മക്കൾക്കെല്ലാം എൻ്റെ അമ്മയാണ് കോമൺ അമ്മ. എന്നെ മാത്രമേ പിള്ളേർ അമ്മയെന്ന് വിളിക്കും, എൻ്റെ മോളെ എൻ്റെ അമ്മയെന്ന് വിളിക്കും, മോൻ വിളിക്കും. മറ്റേ പിള്ളേരൊക്കെ എന്നെ പൊടിയമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു അമ്മ സങ്കല്പത്തോടുള്ള എൻ്റെ ആർത്തിയാണ് സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചത്. എനിക്കത് മാത്രമേ ഉള്ളൂ. അഡ്രസ്സുള്ളൊരു കൊച്ചിനെ വേണമെങ്കിൽ തന്നെ വേണം. നമ്മുടെ സമൂഹം അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. സോ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. ആ സ്വാർത്ഥതയ്ക്കാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഒരുപാട് കുഞ്ഞുങ്ങളെ വേണം. സോ എൻ്റെ മോളോട് ഞാൻ നീ ബോൾഡായിരിക്കണം എന്ന് പറയുമ്പോഴും എനിക്ക് ഭയമാണ് ഉള്ളി. അവൾ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയാൽ അവൾ ഇങ്ങനെ അബ്യൂസ് ചെയ്യൂ. അപ്പം അവളുടെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ പുറത്തു വന്നാൽ അവൾ ഇങ്ങനെ നിന്നു പോകുമോ? അപ്പോൾ എനിക്കത് പറയാനുള്ള മനസ്സുണ്ടായിട്ടില്ല രേണുക. ഞാൻ വെളിയിൽ ബോൾഡായിട്ടൊക്കെ ഞാൻ അഭിനയിക്കും, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇറ്റ് ഇസ് സോ ട്രൂ അല്ല. അതായത് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആർ ഓൾ വിത്തിൻ അസ്. തിയറിറ്റിക്കലി വി ഓൾ തിങ്ക് ദാറ്റ്. എൻ്റെ അമ്മ പറയാറുണ്ട്, അപ്പം ആക്ച്വലി ഐ ടോക്ക് അബൌട്ട് ഇറ്റ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് അബൌട്ട് മൈ ഡോഗ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? എൻ്റെ ഹൃദയം എൻ്റെ ദേഹത്തുനിന്ന് പുറത്ത് നടന്നു പോകുന്നു എന്ന്. അതായത് മൈ ഹാർട്ട് ഇസ് നോട്ട് വിൻ മൈ ബോഡി, ദാറ്റ് ദെയർ ഗോസ് മൈ ഹാർട്ട്. ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ഹിം ഐ വിൽ ഡൈ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇഫ് ഐ ക്യാൻ ഫീൽ ഫോർ എ പെറ്റ്, I can understand you create a human being from inside you, or even if you adopt, that care that comes. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും? How will we and how to tell them this is the world you'll have to deal with? പലപ്പോഴും ഞാൻ എൻ്റെ അച്ഛനോടും എന്നോടും പറയാറുള്ളത്,
ഡോണ്ട് വറി, ഐ വിൽ ബി സേഫ് ആൻഡ് ഐ വിൽ ബി ഹാപ്പി. ഈ രണ്ട് പ്രോമിസ് ഐ മേക്ക് ഷുവർ സോ ദാറ്റ് ദേ ക്യാൻ സ്ലീപ്പ് വെൽ. സോ ദാറ്റ് എനിക്കറിയാം നോ മാറ്റർ ഹൗ മച്ച് ഓൾഡർ ഐ ഗെറ്റ്, അവരുടെ ഏറ്റവും വലിയ വറി ഇസ് ഞാൻ സേഫാണോ, ഞാൻ ഹാപ്പിയാണോ. ഇത് രണ്ടുമാണ് എൻ്റെ ഒരേ ഒരു പ്രോമിസ്. കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറയില്ല, മനസ്സിലായില്ലേ, എവിടെ ജീവിക്കും അതൊന്നും എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഐ വിൽ മേക്ക് ഷുവർ ഐ എം സേഫ്, ഐ വിൽ മേക്ക് സ്മാർട്ട് ഡിസിഷൻസ് ആസ് മച്ച് ആസ് ഐ കെൻ നോ. ഇത് ആസ് എ ഡോട്ടർ ഐ എം സെയിങ് ഐ ക്യാൻ സീ ദാറ്റ് മൈ പേരൻസ് വിൽ ഓൾവേസ് ഹാവ് ദിസ് വറി. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ചേച്ചി പറഞ്ഞാൽ എന്ത് സത്യസന്ധത. ബിക്കോസ് നമുക്ക് വേണേൽ പറയാം അതങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പക്ഷേ ദ റിയാലിറ്റി ഓഫ് എ മദേഴ്സ് വറി ഈസ് കംപ്ലീറ്റ്ലി, ഒരു പേരൻസ് വറി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ പറയുന്ന പോലെ എനിക്ക് മോനാണ്, എനിക്ക് മോളില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അറിയില്ലാത്ത ഒരാളുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കാനൊക്കെ പറയാമെങ്കിലും എനിക്കറിയാതെ വെറുതെ വാചകത്തിലാണ്. ആൻഡ് ഇറ്റ് കംസ് ടു നമ്മുടെ അവസാനത്തെ ടോപ്പിക് ഇന്നത്തെ. തീർച്ചയായും. കാരണം ഞങ്ങളോട് ചോദിച്ചാൽ 5 അഭിപ്രായങ്ങളും അത് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതെ, ഒരുപാട് സുഹൃത്തുക്കൾ ഈ പടത്തിന്റെ കാര്യം അല്ല, അതുപോലെ ഈ സിനിമയിലെ ചേച്ചി ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ അവസാനം വന്നേക്കുന്നത് ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദേശാടനക്കിളി കരയാറില്ല അന്നത്തെ കാലത്ത് എടുക്കുമ്പോൾ, പത്മരാജൻ സാർ എടുക്കുമ്പോൾ ചേച്ചി ആ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ആണ് ബന്ധങ്ങളെ വീണ്ടും നമ്മൾ കുറേ കൂടി തുറന്ന് കാണുന്നുണ്ട്. അതായത് ഇപ്പം കാതൽ എന്ന് പറയുന്ന സിനിമ വന്നപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, മൂത്തോൻ ചെയ്തപ്പം അതിനെക്കുറിച്ച് അങ്ങനെയെല്ലാം. മുംബൈ പോലീസ് ഒന്നും വിഷയമായിരുന്നില്ല. പെൺ സൗഹൃദങ്ങളെ, സെക്ഷൽ റിലേഷൻഷിപ്സിനെ കുറിച്ച് വരുമ്പം എപ്പോഴും അതൊരു മോശം കണ്ണോടുകൂടിയാണ് കാണാറ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യാറില്ല. ആ സിനിമകൾ വരുമ്പോൾ പോലും ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ സിനിമ വരുമ്പോൾ മൂത്തോൻ ഗീതു മോഹൻദാസ് ഭയങ്കര രസമായിട്ട് എഴുതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷൻ്റെ ഫീലിങ്സിനെ എങ്ങനെ ഗീതു അത്രയും മനോഹരമായി ചെയ്തു എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ ഇതുവരെ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഫീലിങ്സിനെ കൺവേ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഒരു സിനിമയിൽ. സോ ഞാൻ ഈ സിനിമയെക്കുറിച്ച് ചോദിക്കുകയാണ്, വെൻ ഇറ്റ് കംസ് ടു ദിസ്, ഹൗ ഇസ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് യുവർ വ്യൂ? അങ്ങനെ രണ്ടുപേരും നിങ്ങളാണതിൽ ഇതിലേക്ക് വരുന്നത്. ഐ ഫീൽ എത്ര മാറ്റർ ഓഫ് ഫാക്ട്ലി ആയിട്ടാണ് ഒരു കാര്യം പറയേണ്ടത്, അങ്ങനെയാണ് ലിജിനും അർച്ചനയും ഇതിനെ വ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു കപ്പാണ്, ഇതിനകത്ത് കോഫി ഉണ്ട്, അതുപോലെയാണ് അവർ സിനിമയിൽ ഈ ഒരു വിഷയത്തിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതങ്ങനെയാണ് ലോകത്ത് ഔട്ട്സൈഡ് പീപ്പിൾ ഹു ആർ ക്വിയർ, ആ സ്പെക്ട്രത്തിലുള്ള ആരാണെങ്കിലും അവർ ദേ ആർ ദ റിസീവിങ് എൻഡ് ഓഫ് എ ലോട്ട് ഓഫ് ബയസ്, ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. അതും കാണിക്കുന്ന സിനിമകളുണ്ട് ആൻഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വളരെ സെൽഫ് എഷ്യോർഡ് ആയിട്ടുള്ള 2 പേര്, അവർക്ക് അവരുടെ ഇതാണ് എൻ്റെ കമ്പാനിയൻ, ഇവരാണ് എൻ്റെ കൂടെ ഇനി ജീവിത പങ്കാളി ഇവരായിരിക്കും എന്ന് പറഞ്ഞ് തീരുമാനിച്ച 2 പേരുടെ ദൃഢത എന്താണെന്നുള്ളത് വളരെ കാം ക്വയറ്റ് ദൃഢതയാണ്. പക്ഷെ അവർ ഡീൽ ചെയ്യുന്ന സിനിമ കണ്ടിട്ടുണ്ട് സോ യു നോ ഹൗ ഇറ്റ് ഇസ്. അവർ ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് സിനിമയിൽ വേറെ തന്നെയാണ്. ഇതല്ല മെയിൻ റീസൺ. സോ ഇത് മെയിൻ റീസൺ ആയിരിക്കാം സൊസൈറ്റിയിൽ. പക്ഷേ ഐ ലൈക്ക് ദാറ്റ് ലിജിനും അർച്ചനയും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വേറെ ഇപ്പം ചേച്ചിയുടെയും പോത്തൻസിൻ്റെയും റിലേഷൻഷിപ്പ് കാണിക്കുന്ന അതേ ഒരു എന്താ പറയുക റെസ്പെക്റ്റും സ്പേസും ഒരു എന്താ നോർമലൈസിങ് ഓഫ് എ റിലേഷൻഷിപ്പ് ലാഘവത്വത്തോടെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് നോട്ട് ടു ബി ലൈക്ക് ദർ ഇസ് നോ ഗ്യാസ്പ് എലമെൻറ്റ്, ദർ ഇസ് നോ ഷോക്ക് എലമെൻറ്റ്, ബിക്കോസ് ദിസ് ഇസ് ദ റിയാലിറ്റി. ബിക്കോസ് ഇതൊരു ട്രൂത്താണ്. ഇത് അങ്ങനെ തന്നെ നിങ്ങൾ സോൾവ് ചെയ്തോളൂ. വേറെ മധുരം, അതിനെ കലക്കാൻ മധുരോ കുറച്ച് ഷുഗർ ഒന്നിട്ട് തരാൻ പോണില്ല എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, വിച്ച് ഐ റിയലി ലൈക്ക്. ഇപ്പം എൻ്റെ ലാസ്റ്റത്തെ ഒരു ചോദ്യമുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ ഒരു എല്ലാം കേസ്, last ചോദ്യം. ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് നേരത്തെ പറഞ്ഞു, അവസാനത്തെ ചോദ്യം സബ് ഡിവിഷൻസ് ഉപചോദ്യങ്ങൾ. അപ്പം കഴിഞ്ഞൊരു വർഷം ഒരു ലെസ്ബിയൻ കപ്പിളിനെ അവർ അപ്പനും അമ്മയും കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്ന് ചികിത്സിക്കാൻ കൊണ്ടുവന്നതായിട്ടുള്ള പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ കാണുന്നത് തന്നെ ഒരു അസുഖമായിട്ടാണ്. 2 പേര് പ്രണയിക്കുമ്പോൾ ആണോ പെണ്ണോ ഇതൊന്നും സത്യത്തിൽ ഈ ലോകത്തിൽ ആരെയും ബാധിക്കുന്നില്ല. ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ബിറ്റ്വീൻ ദോസ് 2 പീപ്പിൾ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് വരണ്ടേ. അപ്പോൾ സമൂഹം പക്ഷേ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. റിലേഷൻഷിപ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ ഉത്തരം ആർക്കും പറയാം. ഏത് രീതിയിലാണ് ഈ കാഴ്ചപ്പാടിനെ മാറിക്കാണാൻ അരുമി റെഡിയാ പറയാം. സമൂഹം ഏത് രീതിയിൽ റിലേഷൻഷിപ്സിനെ മാറിക്കാണണമെന്നാണ് ചേച്ചി പറയണേ ആഗ്രഹിക്കുന്നത്? റിലേഷൻഷിപ്സിനെ സമൂഹം ഏത് കണ്ണിലൂടെ കാണണം? എന്ത് മാറ്റമാണ് കാതലായിട്ട് വരേണ്ടത്? ഇതിപ്പോൾ സുപ്രീം കോടതി വരെ ഇതിന് ഭയങ്കരമായിട്ട് ആ ലെവലിൽ ഇത് ചർച്ച നടന്നൊരു കാര്യമാണ്. ഇത് പ്രസക്തി സ്ത്രീകൾ പറയുമ്പോൾ എന്നുള്ളതാണ് കാര്യം. എല്ലാം ഒരു പ്രായത്തിൽ ടീനേജിലേക്ക് കടക്കുമ്പോൾ ഇണയെ തിരഞ്ഞെടുക്കാനുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആരും തെറ്റിദ്ധരിക്കാത്തൊരു ഗോപ്യമായൊരു കാര്യമാണെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ചിലപ്പോൾ സഹജീവിയോട് തന്നെയായിരിക്കും തോന്നുന്നത്, സഹപാഠിയായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം. അപ്പോൾ ആ പ്രായത്തിൽ അതങ്ങനെ പോകും. പക്ഷെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ നമ്മുടെ ആശങ്ക സന്താനോൽപത്തിക്ക് വേണ്ടിയുള്ള ഒരു സമ്പ്രദായം ആവുമ്പോൾ
അത് ഒരേ സ്വവർഗത്തിൽപ്പെട്ടാൽ പറ്റില്ല. ഉം. അപ്പൊ അതൊരു വലിയ സംഭവം ആയതുകൊണ്ടാണ് അതൊരു ഇച്ചിച്ചി എന്ന് തോന്നുന്നത്. അത് അങ്ങനെ ഒരു ഇച്ചിച്ചി ആയിട്ടാണ് ഇപ്പോഴത്തെ തലമുറ. ചുമ്മാ ഒരു ഇച്ചിച്ചി കാര്യം കൊണ്ടൊന്ന് ചവിട്ടി ഒരു വൃത്തിയായിട്ട് ചവിട്ടി അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് പോവുക, അങ്ങനത്തെ ബന്ധമാക്കണമെന്നുള്ളതാണ്. അത് നമുക്ക് പരസ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് പറയാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ചെന്ന് നിർത്തുന്നു. എല്ലാവരും നല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പിരിയുന്നു. Okay, that's it. That's it. That's it. I have a thought regarding this. എന്താ വെച്ചാൽ വെപ്പണൈസ് ചെയ്യാന്ന് അറിയില്ലേ, ഇപ്പം ജെൻഡർ ഇഷ്യൂസ് ആണ്, പൊളിറ്റിക്കൽ കാര്യങ്ങൾക്കും റിലീജിയസ് കാര്യങ്ങൾക്കും ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വെപ്പണൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു നല്ല വ്യത്യാസമായിരിക്കും സൊസൈറ്റിയിൽ. അതിപ്പോൾ ഓരോരോ കമ്മ്യൂണിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും മൈനോറിറ്റീസ് ആർ ഓൾവേസ് ദ വെപ്പൺസ് യൂസ്ഡ്. ഒരു ലീഡിങ് പാർട്ടി ഈ പാർട്ടി തമ്മിൽ ഇഷ്യൂ ആണ്, അതിൽ ബലിയാടാക്കാൻ രണ്ടുപേരെ കൊണ്ടുവരും. അതുപോലെ ഇതിൽ യൂഷ്വലി വിമൻ അല്ലെങ്കിൽ മൈനോറിറ്റിയിൽ പെട്ടുള്ള ട്രാൻസ് പേഴ്സൺസ് ആയിരിക്കാം, ആരെ കൊണ്ടുവന്നിട്ടും ആ ഒരു വിഷയം ഏറ്റെടുക്കുക വോക്ക്നെസ് ആയിട്ട്. അത് വെപ്പണൈസ് ചെയ്യുമ്പം അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവട്ടെ. അതിൽ പെട്ട് ആ മോബ് മെൻറ്റാലിറ്റിയിൽ പെട്ട് ആ ഒരു ഒച്ചപ്പാടിൻ്റെ ഒരു വോയിസായി നമ്മൾ ആഡ് ചെയ്യാതെ ആയാൽ ഇറ്റ് വിൽ ബി എ ഗുഡ് റിഫ്ലക്ഷൻ, ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇപ്പോൾ കുഞ്ഞിക്കൂനൻ അതുവരെ നമ്മൾ കണ്ടിരുന്ന ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നായകൻ ആവേശം എടുക്കും, നായികയ്ക്ക് സഹതാപം ഉണ്ടാക്കാനായിരുന്നു. അത് ദിലീപിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറായിട്ട് കമലഹാസൻ പോലും ട്രൈ ചെയ്യാത്ത അത്തരം ക്യാരക്ടേഴ്സിനെ ജനകീയവൽക്കരിച്ച് കാണിക്കുക ഏറ്റവും നല്ല ശൈലി അതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഇനിയിപ്പം യഥാർത്ഥത്തിൽ തന്നെ ഇതിപ്പോഴും അവസാനിപ്പിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി മൂവി. അതുപോലെ ഒരുപാട് കഥകൾ അങ്ങനെ ഇപ്പൊ ഗീതു മോഹൻദാസ് മൂത്തോൻ പറഞ്ഞ പോലത്തെ തന്നെ ഇതിലെ പല പ്രമേയങ്ങളാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ അത്ര എഴുതാൻ കഴിവ് വേണ്ടേ. അപ്പൊ അതെല്ലാം കൂടെ എല്ലാം വന്നിട്ട് നല്ലൊരു സിനിമയായി പുറത്തു വരട്ടെ. താങ്ക് യു. വീണ്ടും അടുത്ത പരിപാടിക്ക് കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. താങ്ക് യു.